വളരെ സന്തോഷമുള്ളൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ടുപോയ മലയിടം ദുരന്ത പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നു. സർക്കാർ മുന്നോട്ട് വെച്ച 5 സെന്റ് വീതം ഭൂമിയും വീടും എന്ന നിർദ്ദേശം സമരസമിതി അംഗീകരിച്ചതായി സന്തോഷകരമായ വാർത്ത വരുന്നു. കാലങ്ങൾ നീണ്ടുപോയ നിയമപ്രശ്നങ്ങൾക്കും ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കോടതിക്ക് പുറത്ത് സമവാക്യം കണ്ടെത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കുടിയിറക്കം മുതൽ ക്രമസമാധാന പ്രശ്നം വരെയായ മലയിടം തുരുത്തിലെ ഭൂപ്രശ്നം, 7 ദളിത് കുടുംബങ്ങളുടെ കുടിയിറക്കൽ കേരള രാഷ്ട്രീയത്തിൽ വരെ വലിയ ചർച്ചയായി. പലകുറി മുടങ്ങിയ സമവായ ചർച്ചകൾ ഇന്നലെ ലക്ഷ്യം കണ്ടു. തർക്കം നിലനിൽക്കുന്നയിടത്ത് തന്നെ ഓരോ കുടുംബത്തിനും 5 സെന്റ് സ്ഥലം നൽകാമെന്ന സർക്കാർ നിർദ്ദേശം ഭൂവുടമകളും സമരസമിതിയും അംഗീകരിച്ചു. ഉടമ നൽകുന്ന ഇടത്ത് സർക്കാർ 1 വർഷത്തിനുള്ളിൽ സ്പോൺസർഷിപ്പിലൂടെ 1000 സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിച്ചു നൽകും. ഭവന നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ കുടിയിറക്കടക്കമുള്ള നടപടികൾ നിർത്തിവെക്കും. അവരുടെ മുന്നിൽ വെച്ച നിർദ്ദേശം ഈ തർക്കഭൂമിയിൽ തന്നെ 5 സെന്റ് ഭൂമി ഈ ഓരോ കുടുംബങ്ങൾക്കും കൊടുക്കാനും അതോടൊപ്പം അതിനാവശ്യമായിട്ടുള്ള വഴി പൊതുവഴിയായിട്ട് പഞ്ചായത്ത് വഴിയായിട്ട് ലഭ്യമാക്കാനും അവർ നൽകുന്ന ഈ ഭൂമിയിൽ അവർക്ക് ഈ കുടുംബങ്ങൾക്ക് കയറി കിടക്കാൻ സാധിക്കുന്ന തരത്തിൽ 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത ഒരു വീട് അത് ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് ഈ ഓരോ കുടുംബങ്ങൾക്കും വെച്ചു കൊടുക്കുകയും ചെയ്യും എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമ്മൾ വെച്ചത്. സമവായ നിർദ്ദേശങ്ങൾ എഗ്രിമെന്റാക്കി അടുത്ത ദിവസം തന്നെ കോടതിയിൽ ധരിപ്പിക്കും. പരിഹാരമാർഗം തെളിഞ്ഞത് നീണ്ട നാളത്തെ സമരത്തിന്റെ വിജയമെന്ന സമരസമിതി. ഇപ്പോൾ സമരസമിതിയെ സംബന്ധിച്ച് സമരസമിതിയുടെ ഏറ്റവും വലിയ വിജയമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. ഈ മനുഷ്യർക്ക് അവിടെ തന്നെ കുടിയിറങ്ങാതെ അന്തിയുറങ്ങുന്നതിനുള്ള ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തിച്ചു. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, ഈ വിഷയം ഇത്രത്തോളം എത്തിക്കാൻ മാധ്യമങ്ങളെടുത്ത പോസിറ്റീവായ നിലപാട്, ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിനെ വളരെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. പ്രതിഷേധങ്ങളുടെ ഭാഗമായുള്ള കേസുകളും ഇതോടെ പിൻവലിക്കും. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടങ്ങളും തുടർന്നുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളും രാഷ്ട്രീയമായി UDF-നും LDF-നും ഉണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളുമെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.